എല്ലാ കൂട്ടുകാർക്കും 10ാം ക്ലാസ്സിൻ്റെ പുതിയ സിലബസ് പ്രകാരമുള്ള ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികൾ എന്ന പാഠഭാഗത്തിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം ശ്രേണി എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. എന്താ ശ്രേണി? നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ഉദാഹരണം 2, 4, 6 ഇങ്ങനെ പോകുന്നു. ഇതിൻ്റെ അടുത്ത എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ? 2 കൂടെ 2 കൂട്ടി 4, 4ൻ്റെ കൂടെ 2 കൂട്ടി 6, 6ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ അടുത്ത് എന്തായിരിക്കും? 8 ആണെന്നറിയാം. അടുത്ത് 8ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ എത്രയാണെന്നറിയാം? 10 ആണെന്നറിയാം. അപ്പം ഇങ്ങനെ കൂട്ടിക്കൂട്ടി പോകുന്ന രീതിയിലുള്ള സംഖ്യകളുടെ ക്രമത്തിനെയാണ്, അല്ലെങ്കിൽ സംഖ്യകളുടെ നമ്പേഴ്സിൻ്റെ ഓർഡറിനെയാണ് നമ്മൾ സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണി എന്ന് പറയുന്നത്. നമുക്ക് ഈ പാഠഭാഗത്തിൽ വേണ്ടത് ശ്രേണി മനസ്സിലാക്കിയിട്ട് സമാന്തര ശ്രേണി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 8ലും 9ലും ഒക്കെ ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ശ്രേണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ശ്രേണി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഞാൻ മറ്റൊരു ശ്രേണി എഴുതാം. 4, 8, 12, അടുത്തെന്തായിരിക്കും? 16 അല്ലേ? 4ൻ്റെ ഗുണിതങ്ങളാണ്, മൾട്ടിപ്പിൾസ് ഓഫ് 4 ആണ്. അല്ല എങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം? 4 കൂട്ടി എഴുതുന്നതാണ്. അടുത്ത് 20 അല്ലേ? ഇങ്ങനെ പോകുന്നതാണ് ശ്രേണി. എല്ലാത്തിനും ഇങ്ങനെ ഡോട്ട്സ് ഇടണം ലാസ്റ്റ്, സീക്വൻസ് ശ്രേണി ആയതുകൊണ്ട്. അപ്പം ഇതുപോലെ ഉള്ളതാണ് ശ്രേണികൾ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 8ലെ ക്വസ്റ്റ്യനാണ്. പേജ് 8ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്കിങ്ങനെ ഡോട്ട്സുകൾ തന്നിട്ടുണ്ട് അല്ലേ? ആദ്യം ഇങ്ങനെ ഒരു ഡോട്ട് തന്നിട്ടുണ്ട്, പിന്നീട് ത്രികോണാകൃതിയിൽ ഡോട്ട്സുകൾ തന്നിട്ടുണ്ട്. അടുത്ത് ഇങ്ങനെ 3 സെറ്റ് ത്രികോണാകൃതിയിലുള്ള ഡോട്ടുകൾ തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ. ഓരോ ത്രികോണത്തിലെയും ഡോട്ടുകളുടെ എണ്ണം എത്ര എന്ന് എഴുതണം. ഇതിലെത്ര എണ്ണമുണ്ട്? 3 അല്ലേ? ഇതിലോ കോമയായിട്ട് എഴുതാം, കാരണം ശ്രേണിയുടെ പാഠമാണ്. അപ്പോൾ ശ്രേണിയായിട്ട് എഴുതണം. 3, അടുത്ത ഇത് എത്രയാണ്? 1, 2, 3, 4, 5, 6. അടുത്ത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലേ? നമ്മളിതുപോലെ ശ്രേണിയായിട്ട് എഴുതി. ശ്രേണിയായിട്ട് എഴുതുമ്പം തീരുന്നുണ്ടോ? ഇല്ല. അവരിനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഇൻ ദിസ് പാറ്റേൺ. ഇനി ഇതിൻ്റെ കൂടെ ഇപ്പം 3 സെറ്റ് ട്രയാങ്കിളാണ് തന്നേക്കുന്നത്. ഇതിൻ്റെ കൂടെ കൂടുതൽ ട്രയാങ്കിൾസ് തന്നിരുന്നെങ്കിൽ എങ്ങനെ നിങ്ങൾ ശ്രേണിയായിട്ട് എഴുതും? ഇപ്പോൾ ആദ്യത്തത് 3, രണ്ടാമത്തെ ത്രികോണത്തിൽ രണ്ടാമത്തെ ട്രയാങ്കിളിൽ 6, അടുത്ത് 10. അടുത്തിനി എന്തായിരിക്കും എഴുതാൻ പോകുന്നത് നോക്കിയാൽ? 3ൻ്റെ കൂടെ 3 കൂട്ടിയപ്പോഴാണ് 6 കിട്ടിയത് അല്ലേ? 6ൻ്റെ കൂടെ 4 കൂട്ടിയപ്പോൾ 10 കിട്ടി. 10ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ അടുത്ത് കിട്ടും? 3ൻ്റെ കൂടെ 3 കൂട്ടി, 6ൻ്റെ കൂടെ 4 കൂട്ടി, 10ൻ്റെ കൂടെ ഉറപ്പായിട്ടും 5 ആയിരിക്കും. അപ്പോൾ 15. ഇനി 15ൻ്റെ കൂടെ എത്ര കൂട്ടണം? 6 കൂട്ടണം. അന്നേരം എന്ത് വരും? 21. ഇനി 21ൻ്റെ കൂടെ എത്ര കൂട്ടണം നോക്കിയാൽ? 3ൻ്റെ കൂടെ 3 കൂട്ടി, 6ൻ്റെ കൂടെ 4 കൂട്ടി, 10ൻ്റെ കൂടെ 5 കൂട്ടി, 15ൻ്റെ കൂടെ 6 കൂട്ടി, 21ൻ്റെ കൂടെ 7 കൂട്ടുമ്പോൾ 28. അപ്പം ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യനിലെ അവസാന ഉത്തരം. അടുത്ത 3 ത്രികോണത്തിൽ എത്ര ഡോട്ടുകൾ കാണും? 15, 21, 28 ശ്രേണിയായിട്ട് എഴുതി. അടുത്ത ക്വസ്റ്റ്യൻ അതേ പേജ് നമ്പറിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. ഒരു സീക്വൻസ്, ഒരു ശ്രേണി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ തന്നേക്കുന്നത് എന്തിനെ കുറിച്ചൊക്കെയാണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, മലയാളത്തിൽ സമഭുജ ത്രികോണം. അടുത്ത് സ്ക്വയർ, സമചതുരം. മറ്റൊന്ന് റെഗുലർ പെൻറ്റഗൺ അല്ലേ? റെഗുലർ പെൻറ്റഗൺ. ഞാൻ പെൻറ്റഗൺ എന്ന തൽക്കാലം എഴുതുന്നുള്ളൂ. റെഗുലർ പെൻറ്റഗൺ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് സമപഞ്ചഭുജം. പിന്നെ എന്താ തന്നേക്കുന്നത്? ഇതുപോലെ അങ്ങോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ, അടുത്ത റെഗുലർ ഹെക്സഗൺ,
ഇങ്ങനെ പോകും. അതായത് സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം, സമഷഡ്ഭുജം ഇങ്ങനെ പോകും. എന്താ ഇതിൻ്റെയൊക്കെ പ്രത്യേകത? ഇതിന് 3 വശം കാണും. സമചതുരത്തിന് 4 വശം, സ്ക്വയറിന് 4 വശം. റെഗുലർ പെൻറ്റഗണിന് 5 വശം കാണും അല്ലേ. സമപഞ്ചഭുജം, സമഷഡ്ഭുജം അവർ തന്നിട്ടില്ല എങ്കിൽ പോലും പറയുന്നതാണ് സമഷഡ്ഭുജം. അതായത് റെഗുലർ ഹെക്സഗണിന് 6 വശം. ഇങ്ങനെ പോകുന്ന ഒരേ ഇതിനെല്ലാം പ്രത്യേകത എന്താ? എല്ലാത്തിൻ്റെയും വശങ്ങൾ തുല്യമായിരിക്കും. ഈ സമഭുജ ത്രികോണം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് ഓൾ ദ 3 സൈഡ്സ് ഈക്വൽ, 3 വശങ്ങളും തുല്യമാണ്. സമചതുരം സ്ക്വയറിനാണെങ്കിൽ 4 വശങ്ങളും തുല്യമാണ്. പെൻറ്റഗൺ 5 വശങ്ങളും സമപഞ്ചഭുജം റെഗുലർ ഉണ്ട്, ഞാൻ എഴുതാത്തതാണ്. റെഗുലർ പെൻറ്റഗൺ സമപഞ്ചഭുജം 5 വശങ്ങൾ തുല്യമാണ്. റെഗുലർ ഹെക്സഗൺ സമഷഡ്ഭുജം 6 വശങ്ങൾ തുല്യമാണ്. ഈ ഇംഗ്ലീഷിൽ റെഗുലർ എന്ന് വന്നാൽ ഓൾ ദ സൈഡ്സ് ഈക്വൽ എന്നാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന കുറേ പോളിഗൺസ്, റെഗുലർ പോളിഗൺസിൻ്റെ ഒരു സീക്വൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പേജ് നമ്പർ 9 കാണിച്ചിട്ടുമുണ്ട് ഇതുപോലെ നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ അളവുകൾ, വശങ്ങളുടെ നീളങ്ങൾ 3, 4, 5, 6 ഇങ്ങനെ പോയിട്ടുണ്ട്. നിങ്ങളോട് ഫസ്റ്റ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയുമ്പോൾ അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സം ഓഫ് ഇന്നർ ആംഗിൾസ്, സം ഓഫ് ഔട്ടർ ആംഗിൾസ്, ആൻഡ് ഇന്നർ ആംഗിൾ ആൻഡ് ഔട്ടർ ആംഗിൾ, ഇതെല്ലാം സീക്വൻസ് ആയിട്ട് നിങ്ങൾ എഴുതണം. എന്തൊക്കെയാണ് ആദ്യം കാണേണ്ടത്? സം ഓഫ് ഇന്നർ ആംഗിൾസ്. സം ഓഫ് ഇന്നർ ആംഗിൾസ് അതായത് അകക്കോണുകളുടെ തുക കാണണം. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എങ്ങനെ പഠിച്ചിട്ടുണ്ട്? എവിടെ പഠിച്ചിട്ടുണ്ട്? നിങ്ങൾ 7ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. ഉദാഹരണം കാണിച്ചിടാം. എന്താണ് ഈ അകക്കോണ് ഇന്നർ ആംഗിൾ എന്നുള്ളത്? ഒരു ത്രികോണത്തിൻ്റെ അടുത്ത്, അത് ഏത് ത്രികോണവും ആയിക്കോട്ടെ, ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഏത് ത്രികോണവും ആയിക്കോട്ടെ, അതിൻ്റെ അകത്തുള്ള ഈ കോണുകളെയാണ് എന്ത് പറയുന്നത്? അകക്കോണുകൾ, ഇന്നർ ആംഗിൾസ്. നമുക്കറിയാം സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്ന് അല്ലേ. ഒരു ത്രികോണത്തിൻ്റെ അകക്കോണുകളുടെ തുക 180 നമ്മൾ എല്ലായ്പ്പോഴും പഠിക്കുന്നതും ചെയ്യുന്നതുമാണ്. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടത് ഇതിനൊരു സമാന്തര ശ്രേണിയായിട്ട്, ഇതിപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്നുള്ള ഹെഡിങ്ങിൽ ആരൊക്കെ വരും? സമഭുജ ത്രികോണത്തിൻ്റെ ആന്തരിക കോണ് കാണണം, ആന്തരിക കോണുകളുടെ തുക കാണണം, സമചതുരത്തിൻ്റെ ആന്തരിക കോണുകളുടെ തുക കാണണം, സമപഞ്ചഭുജത്തിൻ്റെ ആന്തരിക കോണുകളുടെ തുക കാണണം, സമഷഡ്ഭുജത്തിൻ്റെ ആന്തരിക കോണുകളുടെ തുക കാണണം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഈ 180 കിട്ടണമെങ്കിൽ നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. സം ഓഫ് ഇന്നർ ആംഗിൾസ്, സം ഓഫ് ഇന്നർ ആംഗിൾസ്. എന്താ ഈ സം ഓഫ് ഇന്നർ ആംഗിൾസ്? നിങ്ങൾ എഴുതിക്കോളൂല്ലോ മലയാളം മീഡിയംകാർ. ആന്തരിക കോണുകളുടെ തുക, അതായത് n-2 × 180. അപ്പോൾ നമുക്കിവിടെ സമഭുജ ത്രികോണമാണ് അല്ലേ. അപ്പോൾ ആദ്യം സമഭുജ ത്രികോണത്തിൻ്റെ കാണാം. ഞാനൊരു ഹെഡിങ് ആയിട്ട് കൊടുക്കുന്നു, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. മലയാളം മീഡിയംകാർ സമഭുജ ത്രികോണം എന്ന് കൊടുത്ത് ചെയ്യുക. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സം കാണാനുള്ള റിസൾട്ട് എന്താണ്? ആന്തരിക കോണുകളുടെ തുക കാണാനുള്ള റിസൾട്ട്. ഇതൊന്നും നിങ്ങൾ ഒരു നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു റിസൾട്ടാണ് കേട്ടോ ഇത്. ആന്തരിക കോണുകളുടെ തുക കാണാൻ എന്താണ്? n-2 × 180. എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇതാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്, 3 വശം തുല്യമായ ഒരു ചിത്രമാണ്. എന്ന് പറയുന്നത് 3 ആണ്. വശങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് സൈഡ്സ് ആണ് n × 180. ദാറ്റ് ഈസ് 3 - 2 1 × 180. ഉത്തരം ഇത് 180. കോണളവ് ആയതുകൊണ്ട് ഡിഗ്രി കൊടുക്കാം. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഒരു ത്രികോണത്തിൻ്റെ അകത്തുള്ള കോണുകളുടെ തുക എന്തായിരിക്കും? 180. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ കാണാതെ പഠിക്കുന്നതാണ്. ഓക്കെ. ഇതുപോലെ അടുത്തൊരു ഹെഡിങ് ആയിട്ട് നമുക്കിനി ആരെ എഴുതാം? സ്ക്വയർ, അതായത് സമചതുരം. അടുത്ത് നമുക്ക് സ്ക്വയർ. സമചതുരത്തിനെ കുറിച്ച് ഉള്ള സമചതുരത്തിൻ്റെ റഫായിട്ടൊരു ചിത്രം വരച്ച് കാണിച്ചു തരാം. ഈ ആന്തരിക കോണുകളുടെ തുകയാണ്. ഇത് നിങ്ങൾക്കറിയാം, ഇതെല്ലാം 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ നമ്മൾ 90 ഇങ്ങനെയാണ് കാണിക്കുന്നത് അല്ലേ. ഇതെല്ലാം 90ആണ്. അപ്പോൾ 4 പ്രാവശ്യം 90 ഡിഗ്രി വരുമ്പം 90 × 4 അല്ലേ, 360 വരും. ഇതറിയാമെങ്കിൽ പോലും നമുക്കിവിടെ ഇങ്ങനെ ചെയ്ത് തന്നെ പോകാം, അറിയാത്ത കൂട്ടുകാർ കാണും. അപ്പോൾ സം ഈസ് ഈക്വൽ ടു, അതായത് ആന്തരിക കോണുകളുടെ തുക അങ്ങനെ തന്നെ എഴുതുക നിങ്ങൾ എഴുതി പഠിക്കുമ്പോൾ, n-2 ×
180. ഓക്കെ, ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇനി ഇത് മായ്ക്കാം. n-2 ഇൻറ്റു 180. n എന്ന് പറയുന്നത് എന്താണ്? വശങ്ങളുടെ എണ്ണമാണ് അല്ലേ? വശം സ്ക്വയറിന് എത്ര വശമുണ്ട്? 4. 4 മൈനസ് 2 ഇൻറ്റു 180. 2 ഇൻറ്റു 180 ഗുണിക്കുമ്പോൾ 360 ഡിഗ്രി കിട്ടും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി കാണും. ഇനി അടുത്ത് നമ്മളുടെ റെഗുലർ പെൻറ്റഗൺ. ഇങ്ങനെ ചെയ്ത് പോകാൻ നല്ല രസമുള്ളൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം മനസ്സിലാകാത്ത പോലെ തോന്നും. റെഗുലർ പെൻറ്റഗൺ മലയാളം മീഡിയത്തിലുള്ള കൂട്ടുകാർ എന്ത് ചെയ്യണം? റെഗുലർ പെൻറ്റഗണിന് പകരം സമപഞ്ചഭുജം എന്ന് എഴുതണം. സം ഈസ് ഈക്വൽ ടു ആന്തരിക കോണുകളുടെ തുക എന്ന് പറയുന്നത് n-2 ഇൻറ്റു 180. n എന്ന് പറയുന്നത് എത്രയാണ്? പെൻറ്റഗൺ അല്ലേ? 5 വശം അല്ലേ? 5 -2 ഇൻറ്റു 180. 3 ഇൻറ്റു 180, അതായത് 540 ഡിഗ്രി. നെക്സ്റ്റ് റെഗുലർ ഹെക്സഗൺ. റെഗുലർ ഹെക്സഗൺ എന്ന് വെച്ചാൽ സമഷഡ്ഭുജം. വശങ്ങളുടെ എണ്ണം 6 നമുക്ക് ആന്തരിക കോണുകളുടെ തുക കാണാം. ആന്തരിക കോണുകളുടെ തുക സമം n-2 ഇൻറ്റു 180. 6 - 2 ഇൻറ്റു 180. 3 ഇൻറ്റു 180. 6 - 2 4. 180 ഇൻറ്റു 4 കാണണം, അതായത് 720 ഡിഗ്രി. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഭാഗത്തിലുള്ള ആൻസറായി ആന്തരിക കോണുകളുടെ തുകയുടെ സീക്വൻസ് ആന്തരിക കോണുകളുടെ അളവുകളെ ശ്രേണികളായിട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യനാണ്. അതായത് സം ഓഫ് ഇന്നർ ആംഗിൾസിനെ സീക്വൻസ് ആയിട്ട് എഴുതാനാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ആ കോണളവുകൾ എന്തായിരുന്നു? സമഭുജ ത്രികോണം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് 180 ഡിഗ്രി. നെക്സ്റ്റ് സ്ക്വയർ സമചതുരത്തിന് 360 ഡിഗ്രി. അടുത്തതിന് സമ പഞ്ചഭുജം അതായത് റെഗുലർ പെൻറ്റഗണിന് 540 ഡിഗ്രി. പിന്നെ ഇപ്പോൾ കിട്ടിയത് 720 ഡിഗ്രി. ലാസ്റ്റ് ഡോട്ട് ഇട്ടോളണം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ. ഇനിയും ഉണ്ട് സെക്കൻഡ് പാർട്ട്. രണ്ടാമത്തെ ഭാഗം സം ഓഫ് ഔട്ടർ ആംഗിൾസ്. ഔട്ടർ ആംഗിൾ എന്ന് വെച്ചാൽ മലയാളം മീഡിയത്തിൽ പുറം കോണുകളുടെ തുക കാണാനാണ്. ഇതും 7ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു ത്രികോണത്തിൻ്റെ ആന്തരിക കോണുകൾ ഇതാണ്. പുറം കോണം എന്ന് പറയുമ്പം ഇങ്ങോട്ട് വരും. ഓക്കെ, ഇങ്ങോട്ട് വരുന്നതാണ് പുറം കോണുകൾ. സമചതുരത്തിനാണെങ്കിലും പുറം കോണുകളുണ്ട്. മനസ്സിലായോ? ഇതൊക്കെയാണ് പുറം കോണുകൾ. ഈ പ്രത്യേകത എന്താണെന്ന് പറയുമ്പോൾ ഏതൊരു ബഹുഭുജം എടുത്താലും ഏതൊരു ബഹുഭുജം എടുത്താലും, അതായത് ത്രികോണമായാലും ബഹുഭുജം എന്നാണ് പറയുന്നത്, സമബഹുഭുജം എന്നല്ല പറയുന്നത്. ഏതൊരു ബഹുഭുജമായാലും അത് ത്രികോണമായിക്കോട്ടെ, സമചതുരമായിക്കോട്ടെ, ചതുരമായിക്കോട്ടെ, പഞ്ചഭുജമായിക്കോട്ടെ, ഏതായാലും കോണളവ് ഓൾവേസ് എല്ലായ്പ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. ഏതൊരു ജാമിതീയ രൂപത്തിനും ഇതുപോലെയുള്ള, അതായത് ജാമിതീയ രൂപം ഏതൊന്നല്ല, ബഹുഭുജം ക്ലോസ്ഡ് ആയിട്ട് വരുന്ന, അടഞ്ഞു വരുന്ന ചിത്രമായിട്ടുള്ള ഏതൊരു ബഹുഭുജത്തിനും കോണളവ് പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രി. ഇംഗ്ലീഷ് മീഡിയംകാർക്കായിട്ട് ഏതൊരു പോളിഗൺ എടുത്താലും, റെഗുലർ പോളിഗൺ എന്നല്ല, ഏതൊരു പോളിഗൺ എടുത്താലും അത് ട്രയാങ്കിൾ ആയിക്കോട്ടെ, സ്ക്വയർ ആയിക്കോട്ടെ, റെക്റ്റാങ്കിൾ, പെൻറ്റഗൺ, ഹെക്സഗൺ, ഒക്ടഗൺ, നൊണ്ണഗൺ, ഏതായാലും ഔട്ടർ ആംഗിൾസിൻ്റെ സം എല്ലായ്പ്പോഴും 360 ഡിഗ്രി, 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇത് വെച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതിൽ സം ഓഫ് ഔട്ടർ ആംഗിൾസ് കാണാൻ ഇപ്പോൾ നമുക്കറിയാം, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ എങ്ങനെ എഴുതുന്നുള്ളൂ നിങ്ങൾ ഫുള്ളായിട്ട് എഴുതി പഠിക്കണം. സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ സം ഓഫ് ഔട്ടർ ആംഗിൾസ്
360 ഡിഗ്രി അല്ലേ? ഇങ്ങനെ തന്നെ എഴുതണേ. നിങ്ങൾ എഴുതിയ നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോൾ അടുത്ത ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് സ്ക്വയറിലേക്ക് പോകാം. ഇത് സമഭുജ ത്രികോണമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മലയാളം മീഡിയംകാർ എഴുതേണ്ടത് പുറം കോണുകളുടെ തുക. ആദ്യം സമഭുജ ത്രികോണം എന്ന ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം പുറം കോണുകളുടെ തുക സമം 360 ഡിഗ്രി. അടുത്ത മലയാളം മീഡിയംകാർ എഴുതേണ്ടത് സമചതുരം. ഇംഗ്ലീഷ് മീഡിയംകാർ സ്ക്വയർ എന്ന് എഴുതുക. പുറം കോണുകൾ മലയാളം മീഡിയംകാർക്ക് വേണ്ടി ഒന്ന് എഴുതി കാണിക്കാം. പുറം കോണുകളുടെ തുക സമം 360 ഡിഗ്രി. ഇംഗ്ലീഷ് മീഡിയംകാർ എഴുതുമല്ലോ. സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. അടുത്ത് റെഗുലർ പെൻറ്റഗൺ. മലയാളം മീഡിയംകാർ എഴുതിക്കോ സമപഞ്ചഭുജം. അതിനും എന്തായിരിക്കും, ഞാൻ മുഴുവൻ എഴുതുന്നില്ല, നിങ്ങൾ എഴുതിക്കോളുക. ഇംഗ്ലീഷ് മീഡിയംകാർ എഴുതണം ഇവിടെ സം ഓഫ് ഔട്ടർ ആംഗിൾസ് 360 ഡിഗ്രി. മലയാളം മീഡിയംകാർ എന്തെഴുതണം? പുറം കോണുകളുടെ തുക സമം 360 ഡിഗ്രി. നെക്സ്റ്റ് ആൻ ഇന്നർ ആംഗിൾ. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ആൻ ഇന്നർ ആംഗിൾ. അതായത് ഒരു ഇന്നർ ആംഗിളിൻ്റെ ആംഗിൾ മെഷർ കാണണം. അതായത് ഒരു ആന്തരിക കോണ് കാണണം. മൂന്നും കൂടി കാണുന്നതിൻ്റെ തുകയെല്ലാം ആദ്യമേ കണ്ടു കഴിഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ ഭാഗത്ത് ചോദിച്ചിരിക്കുന്നത് ഒരു ആന്തരിക കോൺ. ഓക്കെ, അത് നമുക്കതെങ്ങനെ ചെയ്യാമെന്നാണ്. ശ്രദ്ധിക്കണേ. ഒരു ആന്തരിക കോണ് കാണാൻ ആദ്യം നമുക്ക് സമഭുജ ത്രികോണം പോകാം. സമഭുജ ത്രികോണം മലയാളം മീഡിയംകാരുടെയാണ് സമഭുജ ത്രികോണം. ഇംഗ്ലീഷ് മീഡിയംകാർ എഴുതുമ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, ഹെഡിങ് ആയിട്ട് തന്നെ എഴുതുക. ആൻ ഇന്നർ ആംഗിൾ, അതല്ലേ ക്വസ്റ്റ്യൻ. മലയാളം മീഡിയംകാർ എഴുതുക ഒരു ആന്തരിക കോൺ സമം. നമ്മൾ നേരത്തെ ആന്തരിക കോണുകളുടെ തുക എല്ലാം കൂടി എത്രയാണ് കണ്ടുപിടിച്ച്? 180 അല്ലേ? അതായത് സം ഓഫ് ഇന്നർ ആംഗിൾസ് 180 കിട്ടി. അപ്പോൾ 180 ഡിവൈഡഡ് ബൈ എത്ര വശമാണോ ഉള്ളത്, ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ് 3 വശം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ ഒരു ആംഗിൾ 60 ഡിഗ്രി. പറഞ്ഞത് ഇതാണ്, ആന്തരിക കോണുകൾ സമഭുജ ത്രികോണത്തിൻ്റെ ആന്തരിക കോണുകളുടെ തുക 180 എന്ന് നമുക്ക് ഒന്നാമത്തെ ഭാഗത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞതാണ്. അപ്പോൾ ഒരു ആന്തരിക കോണ് കാണാൻ ആകെ ആന്തരിക കോണുകളുടെ തുക ഭാഗം അല്ലെങ്കിൽ ഹരണം എന്ത് ചെയ്താൽ മതി? എത്ര വശമുണ്ടോ അത് ചെയ്യുമ്പോൾ 60. നമുക്ക് അല്ലെങ്കിലും അറിയാം, ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ വൺ ഓഫ് ദ ഇന്നർ ആംഗിൾ, ഒരു ആന്തരിക കോൺ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 60 കിട്ടി. അതുപോലെ ഇനി അടുത്ത് സ്ക്വയറിൻ്റെ ചെയ്യണം. അത് നമുക്കറിയാം, ഒരു കോൺ എത്രയായിരിക്കും? ഒരു ഇന്നർ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും എന്ന്. ഒരു ആന്തരിക കോൺ അതായത് ആൻ ഇന്നർ ആംഗിൾ ഈസ് ഈക്വൽ ടു ഒരു ആന്തരിക കോൺ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ആകെ 360 അല്ലേ വന്നത്? ബൈ എത്രയാ? 4/4 അല്ലേ? 4 വശമുള്ളത്. അങ്ങനെ ഇത് 90 ഡിഗ്രി വരും. അടുത്ത അതുപോലെ ഇനി നമുക്ക് കാണാനുള്ള എന്താ? റെഗുലർ പെൻറ്റഗണിൻ്റെ ഇന്നർ ആംഗിൾ അല്ലേ? അപ്പോൾ എന്താ ഹെഡിങ് എഴുതാം? റെഗുലർ പെൻറ്റഗൺ. മലയാളം മീഡിയംകാർ എഴുതുക സമപഞ്ചഭുജം. അതിൻ്റെ ഒരു ഇന്നർ ആംഗിൾ കാണാനാണ്. ആൻ ഇന്നർ ആംഗിൾ ഈസ് ഈക്വൽ ടു, അതായത് 540 ആകെ കിട്ടിയിട്ടുണ്ട് ബൈ 5. അങ്ങനെ ഇത് 5 വെച്ച് ഒന്നുകിൽ എഴുതി ഹരിക്കുക അല്ലെങ്കിൽ വെട്ടി ചെയ്യുന്നതാണ് നല്ലത്. 5 വെച്ച് ചെയ്യുമ്പോൾ 1 ഇവിടെ 4 പോകത്തില്ല, 0 കൊടുക്കും. 40 8 108 ഡിഗ്രി. അതുപോലെ റെഗുലർ ഹെക്സഗൺ സമ ഷഡ്ഭുജം. അപ്പം ഒരു ഔട്ടർ ആംഗിൾ കാണണം. ആൻ ഇന്നർ ആംഗിൾ ഈസ് ഈക്വൽ ടു ആകെ 720 വന്നിട്ടുണ്ട്. അതായത്
720 ഡിവൈഡഡ് ബൈ 6. ഒരു പ്രാവശ്യം 1/12 120 ഡിഗ്രി. ഇങ്ങനെയാണ് നമ്മളുടെ ആന്തരിക കോണുകളുടെ, അതായത് ഒരു ബഹുഭുജം അല്ലെങ്കിൽ ഒരു പോളിഗൺ എടുത്താൽ അതിൻ്റെ അകത്തുള്ള ഓരോ ഇന്നർ ആംഗിൾസ് എത്ര എന്ന് മനസ്സിലാക്കുന്ന രീതിയാണ്, ഒരു ആന്തരിക കോണ് കാണുന്ന രീതിയാണ്. ഇതിനെ ശ്രേണിയായിട്ട് എഴുതണം. ശ്രേണിയായിട്ട് എങ്ങനെ എഴുതാം? നമുക്ക് കിട്ടിയ കോണളവുകൾ എങ്ങനെയായിരുന്നു? ആദ്യത്തേതിന് 60 ഡിഗ്രി, അടുത്തത് 90 ഡിഗ്രി, അടുത്തത് ഇത് സമഭുജ ത്രികോണത്തിൻ്റെത്, ഇത് സമചതുരത്തിൻ്റെത്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സ്ക്വയർ. അടുത്ത ഏതായിരുന്നു? സമപഞ്ചഭുജം അല്ലേ, 108 ഡിഗ്രി. റെഗുലർ പെൻറ്റഗണിൻ്റെത്. അടുത്ത ആളിനെ എഴുതി നിങ്ങൾ എക്സെട്രേറ്റ് എഴുതാം. അടുത്ത 120 ഡിഗ്രി വരും. ഓക്കെ. അടുത്ത ഒരു ഔട്ടർ ആംഗിളിൻ്റെത് കാണാനാണ്, ഒരു പുറം കോണ് കാണാൻ. അപ്പോൾ നമ്മൾ മുന്നിലത്തെ മൂന്നാമത്തെ ഭാഗത്തിൽ ചെയ്തതുപോലെ തന്നെ ആകെ പുറം കോണുകൾ എത്ര എന്ന് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും 360 അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം ആൻഡ് ആദ്യം ഹെഡിങ് കൊടുക്കാം, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം. നിങ്ങൾ എഴുതിക്കോളുക. ആൻഡ് ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു ഒരു പുറം കോൺ സമം 360 ബൈ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്, സമഭുജ ത്രികോണമാണ്, 3 വരും അല്ലേ. വശങ്ങളുടെ എണ്ണം 3 അല്ലേ. അന്നേരം ഇത് എത്ര വരും? 120 ഡിഗ്രി. അടുത്തിനി ആരാ ഉള്ളത്? നമ്മളുടെ സ്ക്വയർ, സമചതുരം. അതിൻ്റെ ഒരു പുറം കോൺ, ഒരു പുറം കോൺ എന്ന് പറയുന്നത് 360 ബൈ എത്ര വരും? സ്ക്വയറിന് 4 അല്ലേ, 4 വശമല്ലേ, 90 ഡിഗ്രി. അടുത്ത റെഗുലർ പെൻറ്റഗൺ, ഒരു പുറം കോൺ എന്ന് പറഞ്ഞ് ആ ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതുക 360 ബൈ 5. 360 ബൈ 5 അതായത് എത്ര വരും? 7 പ്രാവശ്യം 1/72 ഡിഗ്രി. 72. അങ്ങനെ അവസാനം നമുക്ക് എല്ലാം കൂടി ഒരു ശ്രേണിയായിട്ട് എഴുതണം. എങ്ങനെ എഴുതാം? 120, 90 ഡിഗ്രി, അടുത്ത് 72 ഡിഗ്രി. അടുത്ത് നിങ്ങൾ സമഷഡ്ഭുജത്തിനെ നിങ്ങൾ കണ്ടുപിടിക്കുക. ഇതാണ് 4ാമത്തെ ഭാഗത്തിൻ്റെ ഉത്തരം. അങ്ങനെ ഈ 2ാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.